ഇന്ന് തെരുവുകളിലും നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും പോയി രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നു. എന്നാൽ ഞങ്ങളല്ല സംസാരിക്കുന്നത്, ഞങ്ങളുടെ അതരത്തിലൂടെ ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ വചനം പങ്കുവയ്ക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും അതുവഴി എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. എന്താണ് വിശ്വാസം? വിശുദ്ധ ബൈബിളിൽ വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടാകുന്ന ബോധ്യവുമാണ് വിശ്വാസമെന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. കാണപ്പെടാത്ത ഒരു ദൈവമുണ്ട്, അതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്നും അവന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ബോധ്യവും നമുക്കുണ്ടാകണം. അതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. എന്നാൽ നാം എന്താണ് പ്രത്യാശ വയ്ക്കേണ്ടത്? നാം പ്രത്യാശ വയ്ക്കേണ്ടത് സ്വർഗത്തിലാണ്. നാം മരിച്ചു ഉയർത്ത് യേശുവിന് കൂടെ സ്വർഗത്തിലായിരിക്കുക എന്നതായിരിക്കണം നമ്മുടെ പ്രത്യാശ. നാം മരിച്ച് മൺമറിഞ്ഞു പോകേണ്ടിയവരല്ല, നിത്യകാലം യേശുക്രിസ്തുവിനൊപ്പം നിത്യജീവിതത്തിലായിരിക്കേണ്ടിയവരാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന്. യേശുവിൽ ശരണം വയ്ക്കുകയും യേശു ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് അവൻ നിശ്ചയമായും ഉത്തരമരുളും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ആവശ്യം എന്തു തന്നെയാണേലും അവരുടെ ആവശ്യം അറിഞ്ഞ് അവൻ അവരെ സഹായിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശു ഒരു അന്ധയാചകനെ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശു ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ വഴിയരികിലിരുന്ന് ഒരു അന്ധയാചകൻ അവിടെ ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. യേശുവാണ് അതിലെ കടന്നു പോകുന്നതെന്നറിഞ്ഞ് അവൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. എന്നാൽ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്, യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. അപ്പോൾ യേശു അവിടെ നിന്ന് അവരോട് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവനെന്ന് ആവശ്യപ്പെട്ടു. അവർ അവനെ യേശു